ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 5-ാം തീയതിയാണ്. നമുക്ക് ഒന്നാമത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു NGO പറ്റിയൊക്കെയുള്ള ന്യൂസാണ്. നമുക്കറിയാം അത് GS1 വരുന്ന ഒരു ടോപ്പിക്കാണ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. GS2 വരുന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ നമുക്ക് ആ NGO പറ്റിയുള്ള ന്യൂസ്, ഇതിനകത്ത് കുറച്ച് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട. നമ്മുടെ UPSC ആംഗിളിൽ എന്തൊക്കെയാണ് നമുക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. Civil society under siege in India. A free civic space regulated under constitutionally guaranteed principles is the essence of democracy. ഒരു ഡെമോക്രസി നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാം, പൊളിറ്റിക്കലും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അങ്ങനത്തെ ഗവൺമെന്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ബോഡീസ്, അല്ലാതെ തന്നെ നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസും നമുക്ക് ആവശ്യമാണ്. അതിന് പ്രവർത്തിക്കാനുള്ള ഒരു ഫ്രീ സിവിക് സ്പേസ് ഉണ്ടാക്കുക എന്നത് അത്യന്താപേക്ഷികമാണ്. India is lucky to have an unusually diverse and vibrant civil society. We explored the range of instruments deployed by the state to limit the civic space of 15 organizations, small and big, relying on domestic and foreign donations. ഇവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഡൊണേഷൻസ് വേണം. അത് ഐദർ ഡൊമസ്റ്റിക് ആവാം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആവാം. These organizations include the well-known ones that have been attacked, such as Amnesty International, the Center for Equity Studies, Citizens for Justice and Peace, Lawyers Collective, Center for Promotion of Social Concerns, and Act Now for Harmony and Democracy. ഇത് പല ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ്. ഇതൊക്കെ നമുക്ക് NGOസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓർഗനൈസേഷൻസ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് GSന്റെ ആൻസേഴ്സ് ഒക്കെ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടിരിക്കും, NGOസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് പറഞ്ഞേക്കുന്നതിന് ഇതിലൊരു ടേം ഉണ്ട്, അറ്റാക്ക്. അതായത് ഇതൊരു ക്രിറ്റിസിസം ആണ്. ഇവര് സ്റ്റേറ്റിനെതിരെയുള്ള ഒരു ക്രിറ്റിസിസം പോലാണ് നമ്മളെ ഇത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും ഒരു ബാലൻസ്ഡ് വ്യൂവിൽ നമ്മൾ അതിനെ കാണണം. നമ്മൾ ഇത് എടുത്തേണ്ട കാര്യം, നമ്മൾ കുറച്ച് FCR റെഗുലേഷൻസ് അതിനെപ്പറ്റിയൊക്കെ ഈ ആർട്ടിക്കിൾ ഡീൽ ചെയ്യുന്നത്. അത് വായിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആർട്ടിക്കിൾ എടുത്തത്. നിങ്ങൾ അതിന്റെ പൊളിറ്റിക്കൽ ആംഗിൾ അല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ നേരെ മറിച്ച് UPSC പെർസ്പെക്റ്റീവ് ആണ് നോക്കേണ്ടത്. ഈ എപ്പോഴും നമ്മൾ ഒരു NGO പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ പറയുമ്പോൾ അവർക്ക് പല നേച്ചറാവും. ആദ്യമായിട്ട് അവർ ചിലപ്പോൾ ന്യൂട്രൽ ആയിരിക്കും, മോഡറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രോങ് ആയിരിക്കും. അവരുടെ സ്റ്റാൻസ് ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും, അവർ എന്ത് സ്റ്റാൻഡിലാണ് അവർ നിൽക്കുന്നത് അതിനെ ബന്ധപ്പെട്ടായിരിക്കും അവർ ന്യൂട്രൽ ആണോ, മോഡറേറ്റ് ആണോ, സ്ട്രോങ് ആണോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ന്യൂട്രൽ ഓർഗനൈസേഷൻ, അവര് ചില ആളുകൾ മൈനോറിറ്റി റൈറ്റ്സിന് വേണ്ടി അവർ പോരാടും, ചില ആളുകൾ ദളിത് റൈറ്റ്സിന് വേണ്ടി പോരാടും, ചില ആളുകൾ ആദിവാസി റൈറ്റ്സിന്, ട്രൈബൽ റൈറ്റ്സിന് വേണ്ടി പോരാടും, ഇക്വിറ്റി പ്രൊമോഷന് വേണ്ടി പോരാടും. ഇതൊന്നും അല്ലാതെ വിമൻസ് റൈറ്റ്, പല ടൈപ്പ് ജസ്റ്റിസ്, അതിനൊക്കെ വേണ്ടി പോരാടുന്ന പല ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് നമുക്ക് നോക്കാം. ഇതിനകത്ത് എന്താ ഡീൽ ചെയ്യുന്നത്? A range of instruments. We now turn to the variety of instruments that are being deployed. Attacks with penal consequences that can lead to imprisonment or charges of money laundering and investigation. മെയിൻ ആയിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ട മണി ലോണ്ടറിങ് കേസുകൾ വരും, ഇൻവെസ്റ്റിഗേഷൻ വരും. നമുക്കറിയാം ചില ഓർഗനൈസേഷൻസിനെതിരെ നമ്മൾ ഇങ്ങനത്തെ മണി ലോണ്ടറിങ് കേസുകളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അല്ലെങ്കിൽ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, ചാരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഓർഗനൈസേഷൻസിനെയും അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നതാണ്. ഇതൊക്കെ രാജ്യസുരക്ഷയായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ പല ആംഗിളിലേക്ക് പോകുന്നില്ല, നമ്മൾ ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇന്നത്തെ ഒരു ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡീൽ ചെയ്തിരുന്നു. അതും ശരിക്കും പറഞ്ഞാൽ IT ആക്ട്, അതും ഒരു പ്രൈവസി കൺസേൺസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആംഗിളിലാണ് നമ്മൾ ഡീൽ ചെയ്തത്. ഇതിനകത്ത് സ്റ്റേറ്റ് എങ്ങനെയാണ് ഓരോ മെഷേഴ്സ് ഡിപ്ലോയ് ചെയ്യുന്നതെന്ന ഒരു ആംഗിളിലാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ITയും കാര്യം ഇൻകം ടാക്സും എല്ലാം വരും. അതായത് ഇൻകം ടാക്സ് അടയ്ക്കാത്ത പൈസയാണ് നമ്മൾ ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. മണി ലോണ്ടറിങ്ങിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് അങ്ങനത്തെ പണം എന്ന് പറയുന്നത്. We have not included the UAPA, New Unlawful Activities Prevention Act, in our analysis and restricted ourselves to actions that largely afflict NGOs. നമ്മൾ UAPA കാര്യമൊന്നും ഇവിടെ പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത് പല കാര്യങ്ങളിൽ നമ്മൾ പറയുന്നത്, UAPA ചുമത്തുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പല ആർട്ടിക്കിളിൽ ഡെൽറ്റ് ചെയ്തിട്ടുള്ള. ഇതിൽ മെയിൻ ആയിട്ട് എന്താ ഡീൽ ചെയ്യാൻ പോകുന്നത്? NGOസിനെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ആർട്ടിക്കിൾസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സെക്ഷൻസ് ആണ്, എന്തൊക്കെ ആക്ട് ആണുള്ളത്. ഈ ഇടയ്ക്ക് കുറച്ച് അമെന്റ്മെന്റ്സ് ഉണ്ടായി. The amendments in 2019 to the Prevention of Money Laundering Act 2002 brought through the Finance Act enabled the Department of Revenue to work with a broader definition of proceeds of crime. കുറച്ച് അമെന്റ്മെന്റ്സ് നമ്മൾ കൊണ്ടുവന്നു PMLA ആക്ടിൽ, PMLA 2002 ആക്ടിൽ. This has resulted in the new well-known attacks on NGOs and opposition politicians
ബൈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ന്യൂസ് കണ്ട് ED പല ആളുകളെയും ചോദ്യം ചെയ്യുന്നു, പലയിടത്തും റെയ്ഡ് നടത്തുന്നു, പല ഒപ്പോസിഷൻ പൊളിറ്റീഷ്യൻസിനെ. അങ്ങനെ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ കണ്ടിരുന്നു പല ആളുകളെയും നമ്മൾ റെയ്ഡ് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. The FCRA's impact on foreign funding of political parties have been considerably weakened over time. നേരെ മറിച്ച് NGOസിലൊക്കെ ഇത് വെച്ചിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്ന FCRA വെച്ചിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിനെ പിടിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫോറിൻ ഫണ്ടിങ് അവർക്ക് വരുന്നതിന്റെ അങ്ങനെ പിടിക്കുന്ന കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് NGOസിലേക്ക് ആ ഫോറിൻ ഫണ്ടിങ് വരികയാണെങ്കിൽ അവിടെ പിടുത്തം വീഴും, അവിടെ കുറച്ചുകൂടെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നുണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഇവര് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ട് നമ്മൾ എപ്പോഴും ഓർത്തോണം, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസംസ് പറ്റും. നമ്മൾ എക്സ്ട്രീം ആയിട്ട് സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഒന്നിനെയും നമ്മൾ എക്സ്ട്രീം ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. കാരണം ആസ് എ സിവിൽ സർവന്റ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരു സ്റ്റേറ്റിനോട് അലൈൻ ചെയ്താണ് നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നത്. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുന്ന സമയത്ത് നമുക്ക് ഗൈഡ് ചെയ്യാം, കൺസ്ട്രക്റ്റീവ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ അത് സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യും, നമ്മുടെ ഓരോ ആക്ഷൻസും അതൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. But the same instrument has now been deployed with lethal effect on NGOs. Apart from the FCRA provisions, foreign donors are also intimidated by a prior reference category list of around 80 internationally reputed donors who are monitored and intimidated for pursuing any human rights related causes. അപ്പം കൃത്യമായി സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ FCRA പ്രൊവിഷൻസിലൊക്കെ എടുക്കുന്നുണ്ട്. ഫോറിൻ ഡോണേഴ്സിനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവർ എന്തിലൊക്കെയാണ് അവർ പൈസ നിക്ഷേപിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അണ്ടർ ദ FCRA, ദ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ 2M, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അവർക്ക് ഒരു പവർ കൊടുത്തിട്ടുണ്ട്. ദേ ആർ എംപവർഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് NGOs ആൻഡ് ദർ പേഴ്സണൽ വിത്ത് ലീത്തൽ ഇമ്പാക്ട്. NGOസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? CBIക്ക് ഉണ്ട്. അത് ആരാ കൊടുക്കുന്നത്? ഏത് ആക്ടിൽ നിന്നാണ് വരുന്നത്? ഫോറിൻ FCRA ആക്ടിൽ നിന്നാണ് വരുന്നത്. ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ആക്ടിൽ നിന്നാണ് നമ്മൾ എന്ത് വരുന്നത്? FCRA ആക്ടിൽ നിന്നാണ്. ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേറ്ററി ആക്ടിൽ നിന്നാണ് എന്ത് വരുന്നത്? CBIക്ക് ആ പവർ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ദ CBI ഹാസ് ഫയൽഡ് എ സപ്ലിമെന്ററി ചാർജ് ഷീറ്റ് അഗെയിൻസ്റ്റ് ആംനസ്റ്റി ഇന്ത്യ. ആംനസ്റ്റി ഇന്ത്യക്കെതിരെ CBI ഒരു ചാർജ് ഷീറ്റ് ഒക്കെ ഫയൽ ചെയ്തിരുന്നു. Such an action can have penal consequences. And the tedious process itself is a punishment. ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്ന ആ നടത്തം എന്ന് പറയുന്നത് തന്നെ ഒരു പണിഷ്മെന്റ് ആണ്. ഡൊമസ്റ്റിക് ഫണ്ടിങ് ഓഫ് നോൺ ആൻഡ് ആന്റി കമ്മ്യൂണൽ NGOs ഈസ് ഓൾസോ അണ്ടർ സീജ്. ഡൊമസ്റ്റിക് ഫണ്ടിങ്ങും പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. പിന്നെ അതുകൂടാതെ ചില എക്സംഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സെക്ഷൻ 12A, 80A, 80G, IT ആക്ടിനെ പറ്റി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അതിനകത്ത് ചില എക്സംഷൻസ്, ടാക്സ് എക്സംഷൻസ് നമ്മൾ NGOസിനും ഡോണേഴ്സിനൊക്കെ കൊടുക്കുന്നുണ്ട്. 2020 അമെന്റ്മെന്റ് വന്നപ്പോൾ the 2020 amendments now make renewals of 12A, 80G certificates mandatory every 5 years. ആ അമെന്റ്മെന്റ് വഴി എന്താ വന്നേക്കുന്നത്? ഇത് റിന്യൂ ചെയ്യണം 5 വർഷം കൂടുമ്പോൾ. ഈ സർട്ടിഫിക്കറ്റ്സ് 12Aയും അതുപോലെ 80G സർട്ടിഫിക്കറ്റ്സും എന്ത് ചെയ്യണം? മാൻഡേറ്ററി ആയിട്ട് 5 വർഷം കൂടുമ്പോൾ റിന്യൂ ചെയ്യണം. കുറച്ചുകൂടെ ഇപ്പൊ സ്ട്രിഞ്ചന്റ് ആവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ആൻഡ് ഡോണർ ഡാറ്റ ഇൻക്ലൂഡിംഗ് ദർ പാൻ കാർഡ് നമ്പേഴ്സ് മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ ടു ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിലേക്ക് നമ്മൾ ഇങ്ങനത്തെ പാൻ കാർഡിന്റെ നമ്പേഴ്സും കാര്യങ്ങളും, ഡോണർ ആരൊക്കെയാണ് അവിടെ നിന്ന് ഡൊണേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം നമ്മൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. These provisions enable the state to intimidate domestic donors who wish to fight communalism and chronic capitalism. When the state has no excuse to penalize NGOs, it uses income tax surveys. ഇതൊരു ക്രിറ്റിസിസമാണ് ശരിക്കും പറഞ്ഞാൽ. സ്റ്റേറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുക ഈ ആർട്ടിക്കിളിൽ. അതായത് വേറെ ഒരു വഴിയില്ല പീനലൈസ് ചെയ്യാൻ NGOസിനെ എങ്കിൽ അവരെന്ത് ചെയ്യും? ലാസ്റ്റത്തെ വഴിയാണ് ഇൻകം ടാക്സ് സർവേ നടത്തും. കുറെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ നമ്മൾ സർവേ നടത്തുമെന്നാണ് അതിനകത്ത് പറയുന്നത്. ആസ് വേ ഓഫ് കളക്ടിങ്. എന്തിനു വേണ്ടിയാ? കളക്ടിങ് ഡാറ്റ. അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും. അതാണ് നമ്മൾ ഇന്നലത്തെ ആർട്ടിക്കിളിൽ വായിച്ചത്. ഇൻകം ടാക്സ് റെയ്ഡ് ഒക്കെ നടത്തുമ്പോൾ അവിടെ എന്താണ്? റൈറ്റ് ടു പ്രൈവസി, ആർട്ടിക്കിൾ 21 നമ്മൾ കണക്ട് ചെയ്യണം. ഇന്നലത്തെ ന്യൂസ് അതായിരുന്നു. നമ്മൾ ആർട്ടിക്കിൾ 21 വേഴ്സസ് ഇൻകം ടാക്സ് സർവീസ്. അപ്പൊ ഇതുമായിട്ട് ചേർത്ത് വെച്ച് നമ്മൾ വായിക്കണം. അടുത്ത ന്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു അർബൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ന്യൂസാണ്. ദ കേരള. നമുക്ക് എപ്പോഴും ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നമുക്ക് ഇത് വായിക്കുന്നതിന് മുന്നേ, ഈ മെയിൻ ബോഡി നമ്മൾ വായിക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിന്റെ ഇൻട്രൊഡക്ഷനും ഇതിന്റെ കൺക്ലൂഷനും അതുപോലെ ഇവിടെ ഈ ബ്ലാക്കിൽ ബോൾഡ് ചെയ്തിരിക്കുന്ന ആ ജിസ്റ്റും കൂടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്താ നമ്മൾ പറയുന്നതെന്ന് നമുക്ക് കൃത്യമായ ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം ഇതിനകത്ത് എന്നാ പറയുന്നതെന്ന് നോക്കാം. The article discusses the formation of the Kerala Urban Commission in the context of global urbanization trends
and the need for a comprehensive approach to urban development. നമുക്കറിയാം ഗ്ലോബൽ അർബനൈസേഷൻ ഒക്കെ എന്തിനകത്ത് വരുന്ന ടോപ്പിക്സാ? GS1 വരുന്നത് അർബനൈസേഷൻ മെയിൻസിനകത്ത് ഒരു ടോപ്പിക്കാണ് GS1 വരുന്നതാണ് ഗ്ലോബൽ അർബനൈസേഷൻ ട്രെൻഡ്സിനെ പറ്റി ഇതിനകത്ത് പറയുന്നത്. അതായത് കേരള അർബൻ കമ്മീഷൻ നമ്മൾ ഫോം ചെയ്യുകയാണ്. അത് എന്തുമായിട്ട് ചേർത്ത് വെക്കുക? ഗ്ലോബൽ അർബനൈസേഷൻ ട്രെൻഡ്സുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കുക. അതായത് ഒരാവശ്യമുണ്ട്, എന്തിന്റെ ആവശ്യമാണ്? ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു അർബൻ ഡെവലപ്മെന്റ് അപ്രോച്ച് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ അർബൻ ഏരിയാസ് ഇൻ ഇന്ത്യ ആൻഡ് emphasizes the significance of revisiting and re-evaluating urban policies. നമ്മൾ ചലഞ്ച് എന്തൊക്കെയാണ് അർബൻ ഏരിയാസ് ഫേസ് ചെയ്യുന്ന ഇന്ത്യയിൽ, അതുകൂടാതെ തന്നെ ഇത് ഈ നമ്മൾ സ്വീകരിക്കുന്ന മെഷേഴ്സ് ഒക്കെ ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ റീഇവാലുവേറ്റ് ചെയ്യണം പല അർബൻ പോളിസീസും. അതിന്റെ ആവശ്യകതയൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ സംസാരിക്കുന്നത്. ദ ആർട്ടിക്കിൾ റിഫ്ലക്ട്സ് ഓൺ ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് phases of urbanization in post-independent India, noting the failures of both Nehruvian centralized planning and the subsequent privatization trends in 1990s. അന്നത്തെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ചില ഫെയിലിയേഴ്സിനെ പറ്റിയും പ്ലാനിങ്ങിൽ വന്ന ചില അപാകതകളെ പറ്റി ഈ ആർട്ടിക്കിൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് അണ്ടർസ്കോർസ് ദ നെസസിറ്റി ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒബ്ജക്റ്റീവ് പാറ്റേൺസ് ഓഫ് അർബനൈസേഷൻ, ഫോക്കസിംഗ് ഓൺ മൈഗ്രേഷൻ, സെറ്റിൽമെന്റ് പാറ്റേൺസ് ആൻഡ് ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. നമുക്കറിയാം അർബനൈസേഷനുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. മൈഗ്രേഷൻ ഉണ്ട്, ആളുകൾ അർബൻ ഏരിയാസിലേക്ക് കുടിയേറി പാർക്കുന്നു. കൂടാതെ എന്തിനു വേണ്ടിയാ? ഫോർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. പച്ചപ്പ് തേടിയാണ് നമ്മൾ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് അർബൻ ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ തന്നെ പല ഇഷ്യൂസും അർബനൈസേഷൻ കൊണ്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ കൂടാതെ അവിടെ വരുമ്പോൾ അവർക്ക് താമസിക്കണം, സെറ്റിൽമെന്റ് പാറ്റേൺസിൽ വരുന്ന ചേഞ്ചസ് ഉണ്ട്. പിന്നെ കൂടാതെ IT-യുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇന്നത്തെ ഗ്ലോബലൈസേഷൻ, അവിടുത്തെ കൾച്ചറിൽ വരുന്ന ചേഞ്ചസ്, ഇതൊക്കെ നമ്മൾ ഡീൽ ചെയ്യണം. Governance issues in cities such as delayed transfer of subjects to municipalities. ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ സ്റ്റേറ്റിന്റെ കയ്യിലായിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും ഇരിക്കുന്നത്. അതിലെ ചില സബ്ജക്ട്സ് ഒക്കെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, സ്റ്റിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം മുനിസിപ്പാലിറ്റിയിലേക്ക്. നമ്മൾ 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിനെ പറ്റി നമുക്കറിയാം. എന്താണ് മുനിസിപ്പാലിറ്റിയെ പറ്റി ഡെൽറ്റ് ചെയ്യുന്ന അമെന്റ്മെന്റ് ആണ്. ഇൻ 1992 വന്നതാണ്. സ്റ്റിൽ നമ്മൾ മുനിസിപ്പാലിറ്റിക്ക് കുറച്ചുകൂടെ പവേഴ്സ് കിട്ടാനുണ്ട്. ആൻഡ് ദ ഡിബേറ്റ് ഓൺ ഹാവിംഗ് മാനേജേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇലക്ടഡ് ഒഫീഷ്യൽസ് ആർ ഹൈലൈറ്റഡ്. ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള ആളുകളെയും കൂടെ ആവശ്യമാണെന്നാണ് നമ്മുടെ ഈ ആർട്ടിക്കിൾ പറയുന്നത്. The article suggests that existing urban missions like Swachh Bharat and smart cities have failed to produce desired results and may continue to do so. ഇപ്പോഴത്തെ ഈ മിഷൻസിലൊക്കെ വന്ന ഫെയിലിയേഴ്സിനെ പറ്റിയും അത് കുറച്ചുകൂടെ അതിന്റെ വിചാരിച്ച എയിം അവര് അച്ചീവ് ചെയ്തോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ചില കീ ചലഞ്ചുകൾ പറയുന്നുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. പീസ്മീൽ അപ്രോച്ച് ടു urban development are criticized for the failure to address the complex realities of urbanization. അതിൽ ഫെയിൽ ചെയ്തു എന്നാ പറയുന്നത്. അതായത് കോംപ്ലക്സ് റിയാലിറ്റീസ് ഓഫ് അർബനൈസേഷൻ, ചില കാര്യങ്ങൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും അതുപോലെ ഈ നമ്മുടെ സ്കീമുകളുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അർബൻ മിഷൻസ് ഉണ്ട്. സ്വച്ഛ് ഭാരത് അഭിയാൻ, സ്മാർട്ട് സിറ്റീസ്, അമൃത് മിഷനെ പറ്റി പറയുന്നുണ്ട്, പല മിഷൻസിനെ പറ്റി പറയുന്നുണ്ട്. അത് ഡിസൈർഡ് റിസൾട്ട്സ് പുറപ്പെടുവിച്ചിട്ടില്ല, അതിന്റെ കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ഗവർണൻസ് ഇഷ്യൂസ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. എന്താണ്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല ചില സബ്ജക്റ്റ് ഒക്കെ ഇപ്പോഴും ആരുടെ കയ്യിലായിരിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റിലൊക്കെയാണ്. ചിലത് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഡീസെൻട്രലൈസ്ഡ് ആയാൽ മാത്രമേ, അതായത് സിറ്റി അഫയേഴ്സ് മാനേജ്മെന്റ്, കുറെ കാര്യങ്ങളൊക്കെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ആ കാര്യം നടന്നേ പറ്റും. അടുത്തതായിട്ട് ദ കമ്മീഷൻസ് 12-month മാൻഡേറ്റ്. ഈ കമ്മീഷൻ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ക്യാബിനറ്റ് എങ്ങനെയാ അതിന് മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത്? 12 months-നാണ് ആ മാൻഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ദ കമ്മീഷൻസ് 12-month mandate aims to address the challenges of urbanization, particularly in the context of Kerala's urbanized population, which Niti Aayog has estimated around 90%. കേരളത്തിന്റെ അർബനൈസ്ഡ് പോപ്പുലേഷൻ അറൌണ്ട് 90% ആണെന്നാണ് ആര് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്? നീതി ആയോഗ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് കമ്മീഷന്റെ റോൾ എന്ന് പറഞ്ഞാൽ? ടു ലേ എ റോഡ് മാപ്പ് ഫോർ അറ്റ്ലീസ്റ്റ് 25 years ഓഫ് അർബൻ ഡെവലപ്മെന്റ്. കുറഞ്ഞത് 25 വർഷത്തെ ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുക, അതാണ് കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരളാസ് അർബൻ ഡെവലപ്മെന്റ് cannot be divorced from the overall urban processes unleashed both at the global and national levels. ഇത് അർബനൈസേഷൻ, കേരളത്തിന്റെ അർബൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുമായിട്ട് ചേർത്ത് വെക്കണമെന്ന് പറയുന്നത് ഗ്ലോബൽ ലെവലും നാഷണൽ ലെവലും നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് കേരളത്തിന്റെ അർബൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഹെൻസ് എ പ്രോപ്പർ എസ്റ്റിമേഷൻ ഓഫ് ദം ഈസ് ഓൾസോ റെക്വയർഡ്.
ശരിക്കും ഇത് ഒരു റീജിയണൽ ന്യൂസ് അല്ല കേരളത്തിന്റെ, അതുകൊണ്ടല്ല ഇത് എടുത്തത്. ബിക്കോസ് ഇത് ഒരു നാഷണൽ ഡിബേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ നാഷണലി ഡിബേറ്റഡ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലൈറ്റ് ഹൗസ് ഫോർ അതർ സ്റ്റേറ്റ്സ് വാട്ട് വാസ് ഡിസേർഡ് വാസ് അനദർ നാഷണൽ കമ്മീഷൻ. ഇത് കാണുമ്പോൾ എന്താണ് ബാക്കിയുള്ളവർ ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഇതുപോലെ പല നാഷണൽ കമ്മീഷൻസും ഫോം ചെയ്യണം. ഹൗഎവർ, even in its absence, the Kerala Urban Commission can be the lighthouse for other states such as ഗുജറാത്ത്, മഹാരാഷ്ട്ര. നമ്മുടെ നെയ്ബറിംഗ് ആയിട്ടുള്ള ഹൈലി അർബനൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, പഞ്ചാബ് തുടങ്ങിയതൊക്കെ. അപ്പം അവർക്കൊക്കെ ഇതൊരു ലൈറ്റ് ഹൗസ് ആയിട്ട്, അവർക്കൊരു മാർഗദർശിയായിട്ട് നിലനിൽക്കണം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫോർവേഡ് ദ അർബൻ കമ്മീഷൻ ദാറ്റ് ഷുഡ് ബി എ ലേണിംഗ് ലെസൺ ഫോർ ദ ഹൈലി അർബനൈസ്ഡ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്. അടുത്ത ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് എംപ്ലോയ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഒപ്പീനിയൻ പേജിലെ ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ അഗ്രികൾച്ചറിനെ പറ്റി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, മാനുഫാക്ചറിന്റെ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചറിനെ. ഇപ്പോഴും സ്റ്റിൽ നമ്മൾ അഗ്രികൾച്ചർ ഇവിടെ കൺവെൻഷണൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് ഇത് പറയുന്നത്. നമുക്കറിയാം ഇസ്രായേലിലൊക്കെ ഹൈടെക് ആയിട്ടുള്ള അഗ്രികൾച്ചർ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സ്റ്റിൽ നമ്മുടെ ഇവിടെ, അത് കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്ന മാത്രമല്ല, ഞാൻ പറഞ്ഞത് ഇസ്രായേലിലൊക്കെ പല സ്റ്റഡീസും നടത്തുന്ന കാര്യം അറിയാം. പ്രിസിഷൻ ഫാമിംഗ്, ഡിസേർട്ട് അഗ്രികൾച്ചറിനെ പറ്റിയൊക്കെ നമുക്കറിയാം. സ്റ്റിൽ നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ നോട്ട് ഹൈടെക് ആയിട്ടില്ല. അതാണ് ഇതിനകത്ത് പറയുന്നത്. അഗ്രികൾച്ചർ പ്രൊഫഷൻസിലേക്ക് മെയിൻ സ്ട്രീം ഗ്രാജുവേറ്റ്സ് ആരും എൻ്റർ ചെയ്യുന്നത് കാണുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ institutions are essentially knowledge institutions. When they created new knowledge, it leads to development of new technologies. അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് അത് എസെൻഷ്യലി എന്താണ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനൊക്കെ നല്ല പ്രാധാന്യം കൊടുക്കേണ്ട അങ്ങനെ ഒരു സ്ഥാപനങ്ങളാണ് നമ്മുടെ ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ആവേണ്ടതാണ്. സ്റ്റിൽ നമ്മൾ കുറച്ചുകൂടെ അച്ചീവ് ചെയ്യാനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് ലാസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്. Industrial training institute have grown in number as affiliated colleges have grown in number at a phenomenal rate. ITIസിന്റെ ഒക്കെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷെ എണ്ണം കൂടുന്നത് മാത്രമേ ഉള്ളൂ. When you get this level of massification, the issue of quality arise. അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ അതിന്റെ ക്വാളിറ്റിയും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ നമ്മൾ കൃത്യമായി നോക്കണം. അതിന്റെ കാര്യമാണ് ഇവിടെ ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ ഇതിനിടയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യസ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഈസ് among the lowest in the world. It's low as in Yemen and Saudi Arabia. Saudi Arabia യമന്റെ അത്രയും ലോ ആണ് ഇന്ത്യയിലെ ഫീമെയിൽ ലേബർ പാർട്ടിസിപ്പേഷൻ റേറ്റ്. ബട്ട് ലെറ്റ്സ് റിമെമ്പർ ദാറ്റ് ഗേൾസ് ആർ ഗെറ്റിംഗ് ബെറ്റർ എഡ്യൂക്കേറ്റഡ് ദാൻ ബിഫോർ. മുന്നത്തെ കാലത്തേലും കുറച്ചുകൂടി ഇംപ്രൂവ് ആകുന്നുണ്ട്. സ്റ്റിൽ നമ്മൾ മുൻപോട്ട് പോകാനുണ്ട്. ഇന്ത്യ മാനേജ് ടു റാപ്പിഡ്ലി എൻഷുർ ജെൻഡർ പാരിറ്റി അറ്റ് ദ സെക്കൻഡറി ലെവൽ, which is unusual for its level of per capita income. So more and more women became better educated and their aspirations are not to get married immediately. But what are they going to do if jobs are not growing? അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജോബ്സ് അതിൻ്റെ കൂടെ ഗ്രോ ചെയ്യണം. നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ പുതിയതായിട്ട് വരുന്നത് അപ്സ്കില്ലിങ്ങിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ റീസെന്റ് നമ്മൾ വളരെയധികം ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിൾസ് ആയിരുന്നു. നമുക്ക് ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. GS3 വരുന്നതാണ് എംപ്ലോയ്മെന്റും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്തത്, ഇത് ഞാൻ എടുത്തത് എന്തിനാന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി. നമുക്കറിയാം GS3 വരുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആർട്ടിക്കിൾ അല്ല. പക്ഷെ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിലബസിലെ ഒരു ടോപ്പിക്കാണ്. ഇന്ത്യസ് ഹെവി ഡിജിറ്റൽ ഫുട് പ്രിന്റ് മേക്സ് ഇറ്റ് അട്രാക്റ്റീവ് ടു സൈബർ ട്രൂപ്സ്. With a population of over 1.4 billion and rapidly expanding economy, India's digital footprint has made it an alluring target for cyber criminals. എന്തൊക്കെ വഴിയാണ് വൾണറബിലിറ്റീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു സൈബർ ക്രിമിനൽസ്. അപ്പം നമുക്കറിയാം ഇത് പല സൈബർ സെക്യൂരിറ്റി പ്രൊവൈഡേഴ്സും നമുക്ക് വാർണിംഗ്സ് തന്നിട്ടുണ്ട്. ഡാറ്റ ബ്രഡ്ജസ് കൂടുമെന്നാണ് പറയുന്നത് 2024 ആകുമ്പോഴത്തേക്കും. നമുക്കറിയാം റാൻസം വെയർ അറ്റാക്സ്, പൈസ ചോദിക്കുന്നു വന്നിട്ട് പല സോഫ്റ്റ്വെയർസും ഒക്കെ നമ്മുടെ ഇവിടുത്തെ ഹാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം. എന്നിട്ട് അവര് റാൻസം ചോദിക്കുന്നു, എന്നിട്ട് മാത്രമേ അവരിൽ നിന്ന് നമുക്ക് രക്ഷ കാണാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പം ഇനിയും കൂടുമെന്ന 2024 ആകുമ്പോഴത്തേനും ഇങ്ങനത്തെ ഡാറ്റ ബ്രച്ചസും ഒക്കെ കൂടുമെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ദ ഗ്ലോബൽ എക്സൈറ്റ്മെന്റ് അറൌണ്ട് ഒളിമ്പിക് ഗെയിംസ്. നമുക്കറിയാം 2024 ഒളിമ്പിക് ഗെയിംസിന്റെ ആ സമയമാകുമ്പോഴത്തേനും അതൊരു ബ്രീഡിംഗ് ഗ്രൗണ്ട് ആയിരിക്കും. മെക്കഫെ എന്ന് പറയുന്നത് നമുക്കറിയാം ഓൺലൈൻ പ്രൊട്ടക്ഷന്റെ ഒക്കെ ഒരു
മേജർ പ്ലെയർ ആണ്, അതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് മെക്കഫെ എന്ന് പറയുന്നത്. അപ്പൊ അവര് വാൺ ചെയ്യുന്നുണ്ട് ഒളിമ്പിക് ഗെയിംസിന്റെ സമയത്ത് വളരെ സൈബർ ക്രൈംസ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്, സൈബർ സ്കാംസ് ഒക്കെ കൂടാനുണ്ട്. അപ്പം സൈബർ സ്കാമേഴ്സ് വിൽ എക്സ്പ്ലോയിറ്റ് കൺസ്യൂമർ enthusiasm around the event, targeting fans who are eager to buy tickets. നമുക്കറിയാം ഫേക്ക് ടിക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ വരും, സൈബർ സ്കാംസ് ഉണ്ടാവും. അപ്പം അങ്ങനെ അതിന്റെ ഒരു സ്പോർട്സിന്റെ ഒരു ഇതിനകത്ത് ഡയമെൻഷൻ വെച്ചിട്ടൊക്കെയാണ് ഈ ആർട്ടിക്കിൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ക്ലൗഡ് പ്രൊട്ടക്ഷൻ ഒക്കെ നമ്മൾ കൂട്ടാം. പിന്നെ ഇപ്പോഴത്തെ അറിയാം ഡീപ് ഫേക്ക് പോലുള്ള കാര്യങ്ങൾ, അതും സൈബർ സെക്യൂരിറ്റിയുടെ ഒരു പുതിയ ഫോം ഓഫ് ത്രെട്ടുകളാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ഇത്. അത് അധികം ഒന്നും പറയാനില്ല ഈ ആർട്ടിക്കിളിനകത്ത്. സ്റ്റിൽ നമ്മൾ ഇങ്ങനത്തെ ടേംസും ഒക്കെ ആയിട്ട് ഫെമിലിയർ ആയിരിക്കണം. നമ്മുടെ ഇപ്പം കണ്ട ഈ സൈബർ സ്കാംസിന്റെ വേറൊരു ഡയമെൻഷനാണ് സ്പോർട്സ്. അപ്പൊ നമുക്ക് മൾട്ടിഫാസറ്റഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രം ഈ ആർട്ടിക്കിളിന്റെ ഇനി ഇതിനകത്ത് ന്യൂ ആന്റിബയോട്ടിക് കുഡ് ടാർഗറ്റ് ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയം സയന്റിസ്റ്റ്. ഇത് പ്രിലിംസിനകത്തും ചോദിക്കാം, എന്ത് ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ, എന്ത് ആന്റിബയോട്ടിക് നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചതെന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഈ സുസൂറ ബാൽപിൻ എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പം പ്രിലിംസിനകത്ത് അത് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ആന്റിബയോട്ടിക് ആണ് എഗൈൻസ്റ്റ് ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയം അസൈനറ്റോ ബാക്ടർ ബൗമാനി. ഇത് അതുപോലെ തന്നെ നമുക്ക് GS3 അത് സയൻസ് അണ്ടക്കിൽ വരുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ ഒരു ഭാഗമാണിത്. അപ്പം മെയിൻ ആയിട്ട് ഇതൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. റിസർച്ചേഴ്സ് ഹാവ് ഐഡന്റിഫൈഡ് എ new class of antibiotics with the potential to tackle a drug resistant bacterium Acinetobacter baumannii. ഇതൊരു ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയ ആണ്. ഇതിനെതിരെ നമ്മുടെ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ് സുസൂറ ബാൽപിൻ. The antibiotic was found to be effective against CRAB, Carbapenem resistant Acinetobacter baumannii. അതാണ് അതിന്റെ ഫുൾ ഫോം. ക്രാബ് എന്ന് നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഇതൊക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ്, അത്ര ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പോകണ്ട. നമ്മളോട് പ്രിലിംസിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുള്ളൂ, സൊസുറ ബാൽപിൻ ഇത് എന്താണ്, ചിലപ്പം വേറെ ആന്റിബയോട്ടിക് ആണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ വാക്സിൻ ആണെന്ന് ചോദിക്കും, പല പല ഇത് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളാണോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ടേംസ് ജസ്റ്റ് ഫെമിലിയർ ആകാൻ തന്നോന്ന് മാത്രമേ ഉള്ളൂ. ഇത് എന്തിനാ യൂസ് ചെയ്യുന്ന ഈ ആന്റിബയോട്ടിക്, എന്ത് ക്യൂർ ചെയ്യാനാണ്, ഇൻഡ്യൂസ്ഡ് ന്യൂമോണിയ ആൻഡ് സെപ്സിസ് ഇൻ മൗസ് മോഡൽ, അതായത് ഇപ്പൊ അതിന്റെ ട്രയൽസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ന്യൂമോണിയ ആൻഡ് സെപ്സിസിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഹിബിറ്റ്സ് എ ഇതിന്റെ സയൻസ് ആണ് ഇതിന്റെ ബിഹൈൻഡ്, എന്താണ് ഇതിന്റെ പുറകെ നടക്കുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഇൻഹിബിറ്റ്സ് എ കീ പ്രോസസ് ട്രാൻസ്പോർട്ട് ഓഫ് ദ മോളിക്യൂൾ ലിപ്പോപോളിസാക്കറൈഡ് LPS. അതിന്റെ ട്രാൻസ്പോർട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. ദിസ് കോംപ്ലക്സ് വാസ് എസെൻഷ്യൽ ഫോർ ട്രാൻസ്പോർട്ടിംഗ് LPS to the bacterial surface to create the outer membrane structure of gram-negative bacteria. എന്ത് ബാക്ടീരിയ ആണ് gram negative? അത് അതിന്റെ സ്റ്റെയിനിങ് പ്രോപ്പർട്ടീസ് വെച്ചാണ് gram positive, gram negative എന്നൊക്കെ പറയുന്ന ബാക്ടീരിയ. അപ്പൊ gram negative ബാക്ടീരിയ ആണ് നമ്മൾ ഇത് എയിം ചെയ്യുന്നതെന്ന് ഓർക്കുക. സ്റ്റെയിൻ ആയില്ല എങ്കിൽ അത് gram നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് അതിന്റെ കൃത്യമായ ഡയമെൻഷൻസ് നമ്മൾ സയൻസ് ആണ്ടൊക്കെ പഠിക്കും, gram നെഗറ്റീവ്, gram പോസിറ്റീവ് ഒക്കെ. അപ്പൊ ഇത് എന്തിനാണ് എയിം ചെയ്യുന്നത്, gram നെഗറ്റീവ് ബാക്ടീരിയ ആണ് എയിം ചെയ്യുന്നത്. സുസൂറ ബാൽപിൻ ബ്ലോക്സ് LPS transport and the abnormal buildup of LPS in the cell kills the bacteria. അപ്പം LPS ട്രാൻസ്പോർട്ടിനെ സുസൂറ ബാൽപിൻ ബ്ലോക്ക് ചെയ്യും. അതൊക്കെയായിരുന്നു ഇന്നത്തെ ന്യൂസ്. ഇനി സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. നിങ്ങൾ ഇന്നലത്തെ ഫോളോ അപ്പ് ന്യൂസ് ഉണ്ടായിരുന്നു ഇൻകം ടാക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട, അതൊക്കെ അതിനോട് ചേർത്ത് വെച്ച് വായിക്കുക. പിന്നെ പല വേൾഡിനകത്ത് പല പ്ലേസസ് ഒക്കെ കാണും. നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ തോന്നില്ല, പക്ഷെ നമ്മൾ ആ പ്ലേസസ് ഒക്കെ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ അന്നന്ന് നമുക്ക് മാപ്പ് ഓടിക്കാനൊക്കെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആ പ്ലേസസ് ഒക്കെ നമ്മൾ എവിടെയാ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യുക, അവിടുത്തെ ടെറൈൻ ഒക്കെ നോക്കുക, അങ്ങനെയൊക്കെ നോക്കി പഠിച്ചാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെ പഠനത്തെ തന്നെ നമുക്ക് ഒരു ഹാപ്പിനെസ് ആക്കി എടുക്കാം. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.